വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. അപ്പൊ മക്കളോട് ടീച്ചർക്ക് പറയാനുള്ളത് പരീക്ഷ കാലമൊക്കെ ആണ് അല്ലേ. അപ്പൊ നമുക്ക് പരീക്ഷാ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും അല്ലേ, അതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. പാഠപുസ്തകം മാറിയതാണ് 5ാം ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ചില ചോദ്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം അല്ലേ. അപ്പൊ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടണം എന്നാണ് ടീച്ചർ പറയുന്നത്. പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടണമെങ്കിൽ എങ്ങനെയാണ്? പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമുക്ക് അറിയണം അല്ലേ. നിങ്ങൾക്കൊരു പാഠം പഠിക്കാനുണ്ട്. നീർനാഗം എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയാണത് അല്ലേ. നീർനാഗം എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എന്തിനാണ് പറയുന്നത്? എന്തിനാണ്? നീർക്കോലി. നമ്മൾ വയലിലൊക്കെ കാണാനില്ലേ നീർക്കോലിയെയാണ് നീർനാഗം എന്നൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനൊരു നീർനാഗത്തെ കിട്ടുകയും അത് വലിയൊരു പാമ്പ് പിടുത്തക്കാരനാണ് താനെന്ന് കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു നടന്ന് അതിനെയും കൊണ്ട് വീട്ടിൽ പോയതാണ് കഥ അല്ലേ. എന്നിട്ട് ബഷീറിന്റെ അച്ഛനും അമ്മയും എന്താണ് പറയുന്നത്? അവർ തമ്മിലുള്ള രസകരമായ ഒരു സംഭാഷണമൊക്കെ അതിലുണ്ട്. അപ്പോൾ ആ കഥ നിങ്ങൾ എന്തായാലും വായിച്ചു അല്ലേ. കഥ വായിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്തെഴുതണം. എന്തും പറഞ്ഞാൽ കത്തെഴുതുക. ഞാൻ ഈ കഥ വായിച്ചു എന്നുള്ളത് കത്തായിട്ട് എഴുതണം. നോക്കണേ, നീർനാഗം എന്ന കഥയുടെ വായനാനുഭവം സുഹൃത്തിനൊരു കത്തായി എഴുതൂ എന്നാണ് പറയുന്നത്. നീർനാഗം എന്ന കഥയുടെ വായനാനുഭവം സുഹൃത്തിന് ഒരു കത്തായിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് കത്തെഴുതിയാലോ? പ്രിയപ്പെട്ട അമ്മൂന്. കത്തെഴുതുന്ന സമയത്ത് എന്ത് വേണം? കത്തെഴുതുമ്പോൾ ആദ്യം തീയതി വേണം, ഡേറ്റും വേണം അല്ലേ. അപ്പൊ തീയതിയും ഡേറ്റും എഴുതി ചിലപ്പോൾ നിങ്ങളോട് ആർക്ക് എന്ന് എഴുതാനുള്ളത് അല്ലെങ്കിൽ സ്വീകർത്താവിനെയും പ്രേക്ഷിതാവിനെയും ഒക്കെ നമ്മളോട് എഴുതാൻ പറയും. പക്ഷെ അത് പറഞ്ഞാൽ മാത്രം എഴുതിയാൽ മതി. കത്തെഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ മതി കേട്ടോ. അപ്പോൾ സ്ഥലവും തീയതിയും നമ്മൾ എഴുതുക. എന്നിട്ട് എഴുതുകയാണേ, പ്രിയപ്പെട്ട അമ്മൂന് സുഖം തന്നെ എന്ന് കരുതുന്നു. സ്കൂൾ തുറന്നതിൽ പ്രിയപ്പെട്ട അമ്മൂന് അല്ലേ. പ്രിയപ്പെട്ട അമ്മൂന് സുഖം തന്നെ എന്ന് കരുതുന്നു. സ്കൂൾ തുറന്നതിൽ പിന്നെ മിക്ക ദിവസങ്ങളിലും മഴ അവധിയായിരുന്നു അല്ലേ. എന്തൊരു സങ്കടം. ഒരു രാത്രി കൊണ്ട് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് വയനാട്ടിൽ തകർന്നു വീണത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. എല്ലാം പെട്ടെന്ന് ശരിയാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനിടയിൽ ഞാനൊരു കഥ വായിച്ചു. നമ്മുടെ അക്ഷര സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീർനാഗം എന്ന കഥ. ഞങ്ങൾക്കത് പഠിക്കാനുണ്ട്. ഒരു തമിഴന്റെ കയ്യിൽ നിന്ന് ഒരു നീർക്കോലിയെ കിട്ടിയ ബഷീർ എല്ലാവരുടെയും മുന്നിൽ വലിയ പാമ്പ് പിടുത്തക്കാരനായി നടക്കുകയായിരുന്നു. ആ പച്ചപ്പാമ്പിനെയും എടുത്ത് ബഷീർ വീട്ടിലെത്തുന്നു. ശേഷം ആ പാമ്പിനെ കുറിച്ച് ഉമ്മയും ബാപ്പയും തമ്മിൽ നടത്തുന്ന സംഭാഷണം അല്ലേ. ഉമ്മയും ബാപ്പയും തമ്മിൽ നടത്തുന്ന സംഭാഷണമുണ്ട്. അത് നമ്മെ ഏറെ ചിരിപ്പിക്കും. എല്ലാ ജീവികളെയും സ്നേഹിക്കുന്ന ബഷീറിന്റെ ബാപ്പ അതിനെ ഒരു കുളത്തിൽ കൊണ്ടുപോയി ഇടാൻ പറയുന്നതാണ് കഥ. നീ ഉറപ്പായും ഈ കഥ വായിക്കണം. ഇത് മാത്രമല്ല, ബഷീറിന്റെ മറ്റു കഥകളും തേടിപ്പിടിച്ച് നമുക്ക് വായിക്കണം. നിന്റെ സുഖവിവരം എന്നെ അറിയിക്കണേ. സ്നേഹത്തോടെ മാളു. അമ്മൂന് കത്തെഴുതുന്ന മാളൂനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കഥ വായിച്ചു എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ കഥ മാത്രമല്ല, ഈ രീതിയിൽ കത്തുകൾ എഴുതിയാൽ മതി. അപ്പം അതിമനോഹരമായ ഒരു കഥയാണ് എന്ന് മറ്റൊരു കൂട്ടുകാരിനോട് പറയുന്നതാണ് കേട്ടോ കഥ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റി 5ാം ക്ലാസ്സിൽ നമുക്ക് സൈലത്തിൽ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. പൃഥ്വി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൃഥ്വി ബാച്ചിൽ ആരൊക്കെയാണുള്ളത്? ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെയാണ്. നിങ്ങൾ സൈലത്തിൽ കാണുന്ന ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യും? ഓരോ പാഠങ്ങളായിട്ട് നിങ്ങളെ കൃത്യമായിട്ട് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും, അതുപോലെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ലൈവ് ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ തന്നെ സ്ലൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ എന്താണ്, വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം കേട്ടോ. പിന്നെ
ഇതിൻ്റെ ഒരു വർഷത്തേക്കുള്ള ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് വെറും 1999 രൂപ മാത്രമാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താലേ പരീക്ഷ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, റിവിഷനൊക്കെ കൃത്യമായിട്ട് നടന്ന് അതങ്ങ് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരുവിധം മക്കളൊക്കെ അല്ലേ. ഇനിയിപ്പോൾ ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഉറപ്പാക്കുക. ഓണത്തിന് അടിപൊളി ഒരു ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഈ ഒരു കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ ഇപ്പോൾ ടീച്ചർ പോവാണ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.